Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ആൽഗോൺകിൻ പാർക്കിൽ ക്യാമ്പിങ്ങിന് പോയതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. പാർക്ക് എന്ന് പറഞ്ഞാലും ഇതൊരു കാടാണ് കേട്ടോ. വലിയൊരു കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആൽഗോൺകിൻ പാർക്കിലേക്ക് എത്താറായി. ഇപ്പോൾ നിങ്ങൾക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാം ഫുള്ള് മരങ്ങളാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇത് ശരിക്കും ഞങ്ങൾ പോയത് ജൂലൈ 31-നാണ്. ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ ആൽഗോൺകിൻ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിയോസ്ക് ലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ പേര് കിയോസ്ക് ക്യാമ്പ് ഗ്രൗണ്ട് എന്നാണ്. നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടില് എന്നും പറഞ്ഞ് ഓടി വരുന്ന കനേഡിയൻ ഗൂസ്. ഇവന് എത്ര ഫുഡ് കിട്ടിയാലും മതിയാവില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് കുറച്ച് ബ്രെഡ് മണി കൊടുത്തായിരുന്നു. ഇപ്പോഴും ദേ ഫുഡ് എന്ന് പറഞ്ഞ് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയായാലും നമുക്ക് വയറ് നിറച്ചും ഫുഡ് കൊടുക്കാം. രാത്രി നമുക്ക് ഇവനെ പിടിച്ച് ഗ്രില്ല് ചെയ്യാം. നമുക്ക് ഈ ക്യാമ്പ് ഗ്രൗണ്ടിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അതിനുള്ള വുഡൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ ഗ്രില്ല് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം. നമ്മുടെ ഈ കനേഡിയൻ ഗൂസിന് ഈ ഗ്രില്ലൊന്നും ഒട്ടും പേടിയില്ലാത്ത കാരണം നമുക്ക് ഇവനെ വാസുവണ്ണെന്ന് വിളിക്കാം. നമ്മളിപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ ടെൻ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ട്രക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ലേക്കിൻ്റെ അരികത്തേക്ക് കൂടി തന്നെയാണ് ട്രക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് ഈ കാണാൻ. ഇന്നിവിടെ അത്ര വലിയ ടെമ്പറേച്ചർ ഇല്ല, ഒരു 28 ഡിഗ്രീസൊക്കെ ഉള്ളൂ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടും നല്ല ചൂടായിരുന്നു ഇവിടെ. കാനഡയിൽ വിൻ്റർ മാത്രമല്ല സമ്മറും നല്ല ഹാർഷാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്തോ 39 ഡിഗ്രീസ് വരെയും പോയായിരുന്നു. ഇപ്പോൾ നമുക്ക് മാസ്ക് ഒന്നും വേണ്ട ഇവിടെ. മാസ്ക് വെക്കേണ്ടത് ക്ലോസ്ഡ് ആയിട്ടുള്ള പബ്ലിക് പ്ലേസസിൽ മാത്രമാണ് മാസ്ക് വെക്കേണ്ടത്. അല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിലെല്ലാം മാസ്ക് ഇല്ലാണ്ട് നമുക്ക് നടക്കാം. നടന്ന് നല്ല അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ലേക്കുകളാണ്. അപ്പുറ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ട്രക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപ്പോഴും വാസുവണ്ണം വന്നു. വീണ്ടും മനസമാധാനത്തോടു കൂടി കുളിക്കാൻ പോലും വാസുവണ്ണം സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് ടെൻറ്റ്. ഈ ടെൻറ്റ് നമുക്ക് വാൾമാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. പല പല സൈസിൻ്റെ ഉണ്ട്. ഇതിൽ ഒരു 4 പേർക്കൊക്കെ കിടക്കാൻ പറ്റും. ഇതൊരു ടർപ്പോളിൻ പോലത്തെ മെറ്റീരിയലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രാത്രി നമ്മൾ ഈ സിബ് ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊതുകുകളൊന്നും ഇതിൽ കയറില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഫ്ലേറ്റബിൾ ബെഡും പില്ലോ ഒക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു പോക്കറ്റും കൂടി ഉണ്ട്. അതിൽ നമുക്ക് ഫോൺ, കീസ്, ലൈറ്റ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വെക്കാം. ഇപ്പോൾ ഏതാണ്ട് രാത്രി ആയിട്ടുണ്ട്. ഇവിടെ സൂര്യനൊക്കെ അസ്തമിച്ചു, എന്നാലും ഫുൾ ഡാർക്ക് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫോറസ്റ്റിലൊക്കെ പോകുമ്പോഴുള്ള സൗണ്ടുകളില്ലേ, കുറേ കിളികളുടെയും
ചീവീട് അതുപോലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ടെൻറ്റിൻ്റെ മുകളിൽ ഒരു റെയിൻകോട്ടും കൂടി ഇടുകയാണ്. കാരണം രാത്രി നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് നൈറ്റ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ദിവസമാണ്. നല്ല കോടമഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിളികളുടെ കളകളനാദം കേൾക്കാം. ഇനി നമുക്ക് കാറിന് മുകളിലുള്ള സൺറൈസ് കാണാം. കാനഡയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. നമ്മുടെ ആളനക്കം കേട്ടപ്പോൾ തന്നെ വാസവണ്ണ എണീറ്റ് വന്നിട്ടുണ്ട്. ഇത് അവിടെ തന്നെ കാര്യം സാധിച്ചു. നമ്മൾക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂം ഉണ്ട്. വാസവണ്ണൻ രാവിലെ തന്നെ ഫുഡ് അടി തുടങ്ങി. ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം വാസുകൊണ്ടാൻ തട്ടിയത് കാരണം നമ്മൾ രാവിലെ തന്നെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. ഇനി പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും നല്ല ഫുഡ് കഴിക്കാം.